അതുപോലെ പിന്നീട് ഒരു അർദ്ധരാത്രിയിൽ ഇതുപോലെ ദേവി വീണ്ടും നമ്പൂതിരിക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് മൂർത്തി സ്വരൂപം, മൂലമന്ത്രത്തിൻ്റെ ബീജാക്ഷരം ഒക്കെ ദേവി നേരിട്ട് നമ്പൂതിരിപ്പാടിന് ഉപദേശിച്ചു എന്ന് പറയപ്പെടുന്നു. ലളിതാ സഹസ്രനാമം കൊണ്ട്, പഞ്ചാക്ഷര മന്ത്രം കൊണ്ട്, ദ്വാദശാക്ഷര മന്ത്രം കൊണ്ട്, ശ്യാമളാദണ്ഡകം കൊണ്ടൊക്കെ എന്നെ സ്തുതിക്കാൻ ഭക്തന്മാരോട് പറയണം, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നുകൂടി ദേവി തന്നെ ഈ നമ്പൂതിരിപ്പാടിനെ അറിയിച്ചു എന്നുകൂടി പറയപ്പെടുന്നു. നമ്പൂതിരിപ്പാടിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഭജിക്കുന്ന ഭക്തന്മാർക്ക് ഉത്തമമായ ഫലം കിട്ടാൻ തുടങ്ങിയതോടുകൂടി നമ്പൂതിരിപ്പാടിൻ്റെ ഭക്തിയും പെരുമയും ഒക്കെ നാട്ടിൽ മുഴുവൻ പ്രശസ്തിയായി. നടക്കിൽ വെച്ചാണെങ്കിലും അല്ലാതെയൊക്കെ എത്ര ഉഗ്രരൂപിയായ ഭൂതപ്രേത ബാധകളെയൊക്കെ ആവാഹിച്ച് ഒഴിവാക്കുമായിരുന്നു അത്രേ അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ആ നാട്ടിൽ മാത്രമല്ല കേരളം മുഴുവൻ അങ്ങ് പരന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒരുപാട് അത്ഭുത കഥകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്